ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കിടിലൻ വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഇതിൻ്റെ മോൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇതുപോലെയുള്ള പല കളേഴ്സിലുള്ള ഇങ്ങനത്തെ ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് അവൻ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം നമ്മളിത് ഇതുപോലെ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ഇതേ അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവനിവിടെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ, ഇവനും ഇതുപോലെ കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നല്ല വ്യക്തമായിട്ട് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റും. ഇത് നല്ല ഏത് കാര്യവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് രക്ഷിതാക്കളാണെങ്കിൽ മസ്റ്റായിട്ടും മക്കളോട് ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ പറയണം കേട്ടോ. നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ളൊരു പശ ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ സ്കെയിലും പേനയൊക്കെ ഉപയോഗിച്ചിട്ട് ഓൻ ഈ ബോർഡിൽ ഇങ്ങനെ വരച്ച് വെച്ച് അടയാളപ്പെടുത്തി അതിൻ്റെ എല്ലാ ഇതുണ്ട് കേട്ടോ, അളവുകളും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു പശ, അത് പശയാണ് കേട്ടോ, പശ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇടുക. എന്നിട്ട് നമുക്കിഷ്ടമുള്ള വേറൊരു കളർ വെക്കുക. ചാർട്ട് പേപ്പറാണ്. എന്നിട്ട് ആ ഒരു അളവ് ഇതിനടിയിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിനനുസരിച്ച് ഇങ്ങനെ വരയ്ക്കുക. അതിന് ശേഷം വീണ്ടും വേറെ നമുക്കിഷ്ടപ്പെട്ടൊരു കളറ് ആഡ് ചെയ്യുക. അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സാണ് അവൻ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇത് കണ്ടപ്പം ഭയങ്കരമായിട്ട് അതിശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിങ്ങനെ കഴിയുമോ? ഇല്ല, കണ്ട് പഠിച്ച് അത് ചെയ്യണമെങ്കിലും ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവൻ ഈ അളവെടുത്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട്, ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല, ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡാണ് പിന്നെ അതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര പേപ്പറാണ് ഇതിൽ വെച്ചതെന്നുള്ളത് കറക്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. നമ്മളെപ്പോലെയൊന്നുമില്ലല്ലോ, അവർക്ക് പിന്നെ അവരുടെ ബ്രെയിനിൽ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 2 ബോർഡ് അപ്പുറമൊക്കെ വെച്ചിട്ട് ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എത്ര പേപ്പർ അതിൽ വെച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം അവന് ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാക്കി തീർത്തു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ എനിക്ക് 1-2 തവണ കണ്ടിട്ടും എനിക്കത് എൻ്റെ മൈൻഡിൽ പോയിട്ടില്ല. കാരണം നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തലയിലേക്ക് നല്ല, പക്ഷേ ഇങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് കൊടുത്തിട്ട്, നല്ല രസമല്ലേ കാണാനല്ലേ, വെറൈറ്റി കളറുകളാണ്. ഇതിങ്ങനൊരു ബോൾ പോലെ ഉണ്ടാക്കി അതിന് ഇനിയൊരു ഇതൊക്കെ കെട്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ബോൾ പോലെയൊക്കെ ആക്കി ഞാൻ ഇത് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മക്കളോട് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. അതായത് നിങ്ങളുടെ മക്കളൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പഠിക്കട്ടെ. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ആക്റ്റീവായിരിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.